ഹലോ എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ സജിത്ത്. ഞാൻ ഒരു റിസർച്ച് സ്കോളറാണ്. എഡ്മണ്ടൺ, ആൽബർട്ട, കാനഡയിലാണ് എൻ്റെ റിസർച്ച് നടക്കുന്നത്. ഇന്ന് ഏറെ പ്രസക്തമായ അല്ലെങ്കിൽ ഏറെ പോപ്പുലർ ആയിരിക്കുന്ന അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടെക് ഇൻഡസ്ട്രിയിലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI, കൂടാതെ ഏലിയൻസ് ടെക്നോളജി, ഇങ്ങനെ വരുന്ന അതിപ്രസക്തമായ ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മുടെ കൂടെയുള്ളത് വേൾഡ് ഫേമസ് ഐക്കണായ ഹിമലയൻ മാസ്റ്റർ അഷ്റഫ് ഗുരുവാണ്. അപ്പം അദ്ദേഹത്തോട് തന്നെ നമുക്ക് അതിൻ്റെ വശങ്ങളെ കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽ തലങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, ചോദിക്കാം. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. ഒരു കാനഡ പര്യടനത്തിലായിരുന്നു ഞാൻ. ഏറെ കാലത്തിന് ശേഷമാണ് ഞാൻ മാസ്റ്റർ കണ്ടുമുട്ടുന്നത്. വളരെയധികം സന്തോഷം. ഇന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കട്ടിയായിട്ടുള്ള, അതായത് മാസ്റ്ററിനല്ലാതെ ലോകത്ത് തന്നെ ആർക്കും ആൻസർ തരാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ മാസ്റ്ററിനോട് ചോദിക്കാൻ പോകുന്നത്. അതായത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൂടാതെ ഏലിയൻസ് ടെക്നോളജി. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഇനി അതായത് നമ്മളെ ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെയാണ് ഇത് സ്വാധീനം ചെലുത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതിന് ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡ് എന്താണ് ഇത് ഒരു സാധാരണ ഒരു മനുഷ്യന് കാണുന്ന തരത്തിലാണോ അല്ലെങ്കിൽ അദൃശ്യമായിട്ടാണോ വരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഒരു നിഗൂഢമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതിന് മാസ്റ്റർ തന്നെ അതിന് ആൻസർ തരാൻ പറ്റുള്ളൂ. വേറെ ഒരു വ്യക്തിക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ തരാൻ പറ്റില്ല. മാസ്റ്ററിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാസ്റ്റർ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഏലിയൻസ് ടെക്നോളജി, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി, ടെക് ഇൻഡസ്ട്രിയെ ബാധിച്ച കറക്റ്റാണ് ആൻസർ. ഈ ഏലിയൻസ്, AI, ഇത് രണ്ടും അറിയണമെങ്കിൽ, ഇതിൻ്റെ ഡീപ്പ് തലത്തിലേക്ക് പോകണമെങ്കിൽ എനർജിയെ പറ്റി അറിഞ്ഞേ പറ്റും. എനർജിയാണ് ഇതിൻ്റെ ബേസ്. എനർജി വേൾഡിനെ പറ്റി നന്നായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് റിപ്ലൈ കൊടുക്കുന്ന ഈ എനർജിയെ നമ്മൾ പെർസെപ്ഷനിലേക്ക് വരണം, അനുഭവിക്കാനുള്ള ആ ഒരു തലത്തിലേക്ക് വരണം. കാരണം ഒരു 5% സാങ്കേതിക വിദ്യയില്ല ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ, അല്ലേ? കറണ്ടിനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കാറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ഗ്രഹങ്ങളുടെ ചലനങ്ങൾ, ഇങ്ങനെ കോടാനുകൂടി അദൃശ്യമായിട്ടുള്ള പ്രതിഭാസങ്ങൾ നടക്കാം. അപ്പോൾ ഇതിങ്ങനെയുള്ളൊരു അദൃശ്യ പ്രതിഭാസമാണ് ഏലിയൻസ് എന്ന എനർജി രൂപങ്ങൾ. ഏലിയൻസ് എന്ന, അതായത് അന്യഗ്രഹ ജീവി എന്നൊക്കെ പറയുന്നത് ആ വേടേ കറക്റ്റല്ല. അന്യഗ്രഹ ജീവി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, അതെന്തോ ഒരു ജീവികൾ അവിടെ ഇരിക്കുന്നതല്ല. എനർജി രൂപങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറേ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്ന് എനർജി വേൾഡിനെ പറ്റി നന്നായിട്ട് അറിയണം. ആദ്യം ഏലിയൻസിൻ്റെ കാര്യം പറയാം. ഏലിയൻസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം ലെവലിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി വേൾഡാണ്. അപ്പോൾ ഒരാൾ ഒരു 5000 വർഷം ജീവിച്ചിരുന്ന നമുക്ക് പറയാൻ പറ്റും ആദിമ മനുഷ്യൻ എങ്ങനെയായിരുന്നു, പിന്നെ പരിണാമം വന്ന എങ്ങനെയായിരുന്നു, ഹോമോസാപ്പിയൻസ് ആയി, അതിൽ നിന്നും മനുഷ്യരൂപങ്ങളായി പല പ്രപഞ്ചത്തിലുള്ള മനുഷ്യർ, അതായത് ഭൂമിയിലുള്ള എല്ലാവിധ മനുഷ്യരെടുക്കുമ്പോൾ വിവിധ രീതിയിലാണ് എല്ലാ രാജ്യങ്ങളും. അപ്പോൾ ഒരു 5000 വർഷം ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾക്ക് റെഫറൻസ് കൊടുക്കാൻ പറ്റും, അത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഞാൻ അന്ന് കണ്ട മനുഷ്യൻ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ്, ഇനി നാളെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ ഇന്നൊരാൾ ജനിക്കുന്നു, അല്ലെങ്കിൽ ഈ യുഗത്തിലുള്ള ഈ യുഗത്തിലെ പ്രസൻസേ കാണുന്നുള്ളൂ, ഈ യുഗത്തിലെ സിറ്റുവേഷൻസും സ്റ്റാറ്റസും കാണുന്നുള്ളൂ. കഴിഞ്ഞതോ വരാൻ പോകുന്നതോ കാണാൻ പറ്റുന്നില്ല. ഒരു ലിമിറ്റിൽ നിന്നിട്ട് അതിനെ വിശകലനം ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിസ്റ്റൻസ്, ഗ്രഹങ്ങളുടെ തന്നെ ഡിസ്റ്റൻസ് ലൈറ്റ് ഇയറിലാണ് പ്രതിപാദിക്കുന്നത്, അല്ലേ? ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റേ ഗ്രഹത്തിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക്, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്, അല്ലെങ്കിൽ ഗാലക്സി ടു ഗാലക്സി, അല്ലേ? ഇതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് ലൈറ്റ് ഇയറിലാണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ തന്നെ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ട്രില്യൺ, അതായത് 9 ട്രില്യൺ കിലോമീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ. 9 ട്രില്യൺ കിലോമീറ്റർ. ഒരു ട്രില്യൺ എത്ര? 1,00,000 കോടി. അപ്പോൾ 9 ലക്ഷം കോടി നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരും കിലോമീറ്റർ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മൾ കാശ്മീർ ടു കന്യാകുമാരി, ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ 3000 സംതിങ്, 3500 3800 അത്ര കിലോമീറ്റർ അതുപോലും. അപ്പോൾ ഇത്രയും 9 ട്രില്യൺ കിലോമീറ്റർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, 9 ട്രില്യൺ കിലോമീറ്റർ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതാൻ പോലും പറ്റില്ല, ഭൗതികത്തിൽ ചിന്തിക്കാനേ പറ്റില്ല. ഇതൊരു ചെറിയ കാര്യം പറഞ്ഞ അങ്ങനെ അനന്തമായ സംഭവങ്ങൾ നിഗൂഢമായി കിടക്കുകയാണ്. അപ്പോൾ ഏലിയൻസിന്റെ കാര്യം പറയുമ്പോൾ മനുഷ്യന് മുമ്പ് എന്തായിരുന്നു ഇതറിയില്ല. മനുഷ്യന് മുമ്പ് എന്തായിരുന്നു ജീവികൾ, ആ ജീവിക്ക് മുമ്പ് എന്തായിരുന്നു, അതിനു മുമ്പ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനന്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ മുതൽ അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് മനുഷ്യൻ പരിണമിച്ച് നൂറ്റാണ്ടുകൾ, വർഷങ്ങളോളം എടുത്ത്, കോടാനുകോടി വർഷങ്ങളോളം എടുത്ത് മനുഷ്യൻ പരിണമിച്ച് രൂപമാറ്റങ്ങൾക്ക് വിധേയമായി
അതായത് ഹോമോസാപ്പിയൻസിൽ നിന്ന് വന്നു, പിന്നെ മാറി, പിന്നെ വീണ്ടും രൂപാന്തരം വന്നു, മനുഷ്യ രൂപത്തിലേക്ക് മാറി, പതിയെ 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 പിന്നെ നമ്മുടെ അവയവങ്ങളൊക്കെ ഈ നിലയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പൊ മനുഷ്യൻ. പിന്നെ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് വീണ്ടും പരിണമിച്ചില്ല? ഈ മനുഷ്യൻ ഇങ്ങനെ ആയി തീർന്നത് ഏത് വർഷം മുതലാണ് അല്ലെ? ഈ മനുഷ്യരൂപം ഈ രീതിയിലായത് ഏത് വർഷം മുതലാണ്? ഫോസിലൊക്കെ വെച്ചിട്ട് നമ്മൾ കാലപ്പഴക്കമൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പിന്നെ അത് വേറൊരു സയൻസ് ആണ്. ഇത് എന്നു മുതലാണ് ഈ രൂപത്തിൽ മനുഷ്യൻ വന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഹോമോസാപ്പിയൻസിന്റെ പിന്നാമ്പുറം ഞാൻ പറഞ്ഞു, ഡൈനോസോർ ബ്രോണ്ടോസോർ കാലഘട്ടത്തിന്റെ പിന്നാമ്പുറം, അതിങ്ങനെ രൂപാന്തരം വന്നിട്ട് ഇത് എന്നു മുതൽ മനുഷ്യൻ ഇങ്ങനെയായി, എന്തുകൊണ്ട് പിന്നെ മുമ്പോട്ട് പോയില്ല? ഇവിടെയാണ് പ്രസക്തിയായിട്ട് ഏലിയൻസുമായിട്ട് കണക്ഷൻ വരുന്നത്. ഇവിടെ മുതലാണ് മനുഷ്യന്റെ ലൈൻ വന്ന് നിൽക്കുകയാണ്. പിന്നെ നൂറ്റാണ്ടുകൾ എടുത്ത്, വർഷങ്ങളോളം എടുത്തു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ആവാൻ. എന്തുകൊണ്ട് വീണ്ടും മനുഷ്യനിൽ നിന്ന് കൺവേർട്ട് ആയില്ല? മനുഷ്യനായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. രൂപാന്തരം എന്തുകൊണ്ട് വന്നില്ല എനർജിയോടെ? രണ്ട്, ഈ മനുഷ്യരിലേക്ക് തന്നെ എങ്ങനെയായി? ഇത് മനുഷ്യന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആകാമായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഹോമോസാപ്പിയൻസിന് മുമ്പും വേറെ ജീവികളായിരുന്നു, അത് പരിണമിച്ച് ഹോമോസാപ്പിയൻസ് പല പല കുരങ്ങ് രൂപങ്ങളിലേക്ക് വന്നു മനുഷ്യൻ. എന്തുകൊണ്ട് മനുഷ്യരൂപം തന്നെയായി പല രൂപങ്ങളിലേക്കും പോയിരുന്നു? അങ്ങനെ ഒരു ചോദ്യം അവിടെ വരും. അപ്പൊ ഇവിടെ അറിയേണ്ടത്, ഇവിടെ 5% മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. വിഷ്വലായിട്ടുള്ള 5% നമ്മൾ പ്രപഞ്ചത്തിൽ കാണുകയാണ്. അതായത് ഒരു സാങ്കേതിക വിദ്യ ഇല്ല 95% കാണിച്ചു കൊടുക്കാൻ. റിസർച്ചും എല്ലാ സംഭവവും ഈ ഫിസിക്കലായിട്ടുള്ള 5% ഉള്ളിൽ നിന്നാണ് ഈ വ്യാഖ്യാനമൊക്കെ വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഡിസ്റ്റൻസ് പോലും നമുക്ക് വിശകലനം ചെയ്യാൻ സാധ്യമല്ല ഒരു ഗ്രഹങ്ങൾ തമ്മിലുള്ള. അപ്പോൾ പിന്നെ ഇത്രയും 95% ആയിട്ടുള്ള അദൃശ്യ ലോകം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നടന്നത് എന്തെന്ന് വെച്ചാൽ 5% രൂപാന്തരം വന്നു ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി ഒരു മാസ് സെക്ഷൻ വീണ്ടും പരിവർത്തനം നടന്ന് ഒരു എനർജി കൺവേർഷനിലേക്ക് മാറിയാണ്, എനർജി വേൾഡിലേക്ക് മാറിയിട്ടുണ്ട്. അത് രൂപാന്തരം വന്ന് എങ്ങോട്ടാണ് പോയേക്കണേ? എക്സ്ട്രീം ഇലക്ട്രോണിക് യുഗത്തിലേക്ക്. എക്സ്ട്രീം ഇലക്ട്രോണിക് യുഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വിചാരിക്കും ഇത് കൈകൊണ്ടല്ലേ ഇലക്ട്രോണിക് യുഗമൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്? സ്വിച്ചും ഏരിയലും മറ്റുള്ള തരംഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സയൻസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കി. അതെങ്ങനെ എക്സ്ട്രീം ഓട്ടോമാറ്റിക് ആയിട്ട് ഇലക്ട്രോണിക് യുഗത്തിലേക്ക് പോയി എന്നുള്ളൊരു ചോദ്യം വരും. അത് അറിഞ്ഞിരിക്കേണ്ടത്, ആ ഇലക്ട്രോണിക് യുഗം ഇതിൻ്റെയും കൂടെ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഇതൊരു ബേസിക് ഇലക്ട്രോണിക് യുഗമാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ഉള്ളത്. അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് വരുമ്പോൾ ഏരിയൽ എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് അതിന്റെ അഡ്വാൻസ് ലെവലാണ് അവിടെ വന്നിരിക്കുന്നത്, ആ എക്സ്ട്രീം ലെവലിൽ. അപ്പോൾ ഒരു വിഭാഗം പരിണമിച്ച് എന്തുകൊണ്ട് നമ്മൾ കണ്ടില്ല ഈ കൺവേർട്ടായി പോയവരെയൊക്കെ? കാരണം ഇത് പെട്ടെന്നല്ല നടക്കുന്നത്. മനുഷ്യനായത് കോടാനുകോടി വർഷങ്ങളെടുത്ത് ആരെങ്കിലും കണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, 5000 5 ലക്ഷം വർഷം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവന് കണ്ടുപിടിക്കായിരുന്നു ഇങ്ങനെ പരിണമിച്ച് പോകുന്നത്, ഇത് എങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഒരു യുഗത്തിൽ ഒരു 60 70 80 100 വയസ്സ് ജീവിച്ചിരിക്കുന്ന ആൾ ആ 100 വർഷത്തിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളെ കാണുന്നുള്ളൂ, ആ സ്കെയിലിന്റെ ഉള്ളിൽ അവിടെയാണ്. അപ്പൊ എക്സ്ട്രീം ലെവലിലേക്ക് കൺവേർട്ടായി ഇനി അത് പരിണമിക്കാനില്ല. അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്, അതിൽ നിന്നും പരിണമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഏലിയൻസ്, അതായത് അന്യഗ്രഹ ജീവികൾ. നമുക്ക് ചന്ദ്രനെ പോലും കറക്റ്റായിട്ട് ഇപ്പോഴും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെയാ? ഒരു കുഴപ്പമില്ലാതെ ചന്ദ്രനിൽ എത്താനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പല സ്പേസ് ഷിപ്പൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഈ അടുത്ത ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ പോയത്. അപ്പോൾ ചന്ദ്രനിലേക്ക് എത്താൻ വരെ നമ്മളെ കൊണ്ട് കറക്റ്റായിട്ട് പറ്റുന്നില്ല. ബാക്കി ഗ്രഹങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, അനന്തമായി സയൻസ് കണ്ടുപിടിക്കാത്ത ഗ്രഹങ്ങളാണ് കംപ്ലീറ്റ് കിടക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് എത്താൻ പോലും പറ്റിയിട്ടില്ല. എത്തിക്കഴിഞ്ഞ് അവിടുത്തെ സാന്നിധ്യങ്ങൾ കാര്യങ്ങൾ വർഷങ്ങളോളം എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു വേൾഡിൽ ഏലിയൻസ് നിലനിൽക്കുകയാണ്. ഇതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രീം ലെവലിൽ ഇലക്ട്രോണിക് യുഗമായിട്ടുള്ള ഏലിയൻസിന് സാന്നിധ്യം ചെലുത്താൻ വളരെ ഈസിയാണ് മനുഷ്യരിലേക്ക്. അതിന് പ്രത്യക്ഷപ്പെടാൻ പറ്റും. അതിന്റെ വേറൊരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എനർജി ആയതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതിനെ കണ്ടുപിടിക്കാൻ സാങ്കേതിക വിദ്യ സയന്റിസ്റ്റുകളും പുറകെയാണ്, പല രാജ്യങ്ങളും. ഈ ഏലിയൻസ് എവിടെയാണ് ഇരിക്കുന്നത്, ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനെ സൂക്ഷ്മതയിൽ കൂടി എനർജി തന്നെ ഉപയോഗിച്ചിട്ട് ഇതിനെ നമ്മുടെ വരുതിയിലാക്കാൻ പറ്റുമോ, അതിനെ വരുതിയിലാക്കിയ വേൾഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയാണ്. ഡാർക്ക് സൈഡ് ഞാൻ പറഞ്ഞത്, വേൾഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? വേൾഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ മാനവരാശിയെ കൺട്രോൾ ചെയ്യേണ്ടി വരും. മാനവരാശിയെ കൺട്രോൾ ചെയ്യേണ്ടി ബ്രെയിൻ, എല്ലാവരുടെയും ബ്രെയിൻ വേവ്സ് നമ്മുടെ കയ്യിലെടുക്കേണ്ടത്. അതായത് തോട്ട് വേവ്സ് കംപ്ലീറ്റ് ഹാക്ക് ചെയ്യാൻ പറ്റണം. തോട്ട് വേവ്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം ഡാറ്റയിലേക്ക്. കമ്പ്യൂട്ടറിൽ ഈ വരുന്ന തരംഗങ്ങളെ ഏതെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് ക്യാച്ച് ചെയ്ത് ഒരാളുടെ തോട്ട് വേവ്സിനെ മാത്രം റിസർച്ച് ചെയ്തെടുക്കേണ്ടി വരും. അത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് ആ തരംഗത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി എന്തായിരുന്നു ആ വ്യക്തി ഒരു മിനിറ്റിൽ ചിന്തിച്ചത്, ഒരു മിനിറ്റിൽ എന്ത് ചിന്തിച്ചു എന്നുള്ളത് എടുക്കേണ്ടി വരും. എന്നിട്ട് കൺവേർട്ട് ചെയ്ത് ഇത് എന്ത് ഗുണമാണ് കാണിക്കുന്നത്, ഏത് ഡാറ്റയാണ് എന്താണ് ചിന്തിച്ചത്, അങ്ങനെ ഒരു സംഭവം കണക്ട് ആയി കഴിഞ്ഞാൽ തിരിച്ചും സാധ്യമാണ്. കാരണം ഒരു ഡാറ്റ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയുടെ ചിന്താ തരംഗങ്ങളെ ഏലിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ ഞാനത് വരുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് വന്നാൽ മറ്റു സൈഡിലേക്കും. ഇപ്പൊ ഞാൻ താങ്കളെ സ്പർശിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്നെ സ്പർശിക്കാൻ പറ്റും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വരികയാണ്. അപ്പോൾ ഇതേ ഡാറ്റ വേറെ ഡാറ്റ ഉപയോഗിച്ച് ആ വ്യക്തി എന്ത് ചിന്തിക്കണം എന്നുള്ളതും ആ ഗുണം കൂടി കയറ്റിവിടാൻ പറ്റും.
ഒരു സൈഡിൽ കൂടെ പറഞ്ഞാൽ ഒരു നമ്മുടെ കൺട്രോളായി തീരുന്ന ഒരവസ്ഥ. അത് പിന്നെ 10 ആവും 15 ആവും, മാസ് ജനങ്ങളെ വെച്ചാവും, ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏലിയൻസ് എക്സ്ട്രീം എക്സിസ്റ്റ് ചെയ്യുന്നത് എനർജിയുടെ എക്സ്ട്രീം വേൾഡിലാണ്. അതിന് ഇനി പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല. അത് കൺവേർട്ടായി എന്തോ കാരണത്താൽ ഇലക്ട്രോണിക് യുഗം എന്ന് വിളിക്കുന്നത്, നമ്മൾ ഭൗതിക ഇലക്ട്രോണിക് യുഗം അല്ല, അതിന്റെ അഡ്വാൻസ്. ഇപ്പൊ നമ്മളൊരു ക്യാമറ എടുത്ത ഭൗതികമാണ്, കൈകൊണ്ടുണ്ടാക്കി ഫാക്ടറിക്കാരൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷെ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് ഏലിയൻസ് വേൾഡിലേക്ക് ചെല്ലുമ്പോഴോ ആ ക്യാമറയ്ക്ക് പകരം അതിന്റെ ഗുണം കാണിക്കുന്ന, അതിന്റെ അഡ്വാൻസ് ഗുണം കാണിക്കുന്ന എനർജി വേൾഡിലെ സംഭവങ്ങളാണ്. പക്ഷെ രൂപങ്ങൾ നമുക്ക് എനർജി വേൾഡിൽ അത് കാണാൻ പറ്റും. അതിനെ കാണിച്ചു കൊടുക്കാൻ സാങ്കേതിക വിദ്യയില്ല. ഇപ്പൊ ഈ UFO അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ഒരുപാട് റിസർച്ച് നടക്കുന്നതാണ് വർഷങ്ങളായിട്ട്. ഇതെല്ലാം ഏലിയൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഏലിയൻസിന്റെ ഡാർക്ക് സൈഡ് ഞാൻ പറഞ്ഞു വരുന്നത്, ഏലിയൻസ് ടെക്നോളജി നല്ലതാണ്. ഏലിയൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വേൾഡിൽ എല്ലാം കീഴ്മേൽ മറിക്കാം. പക്ഷെ അത്രത്തോളം ദുരന്തവും ഉണ്ട് ഇതിൽ. കാരണം ഇതിന്റെ ഡാർക്ക് സൈഡും കൂടിയുണ്ട്. കാരണം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏലിയൻസിനെ വന്നിട്ട്. അപ്പോൾ ഏലിയൻസിന്റെ ഡാർക്ക് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഏലിയൻസിന് നമ്മുടെ തരംഗങ്ങളെ പിടിക്കാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ട് പിന്നെ ആരുടെ തരംഗം പിടിക്കുന്നില്ല? ഇതെല്ലാം ഈ ലോകത്ത് നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഏലിയൻസിന് മിസ്സിംഗ് ആക്കാൻ പറ്റും. പല പല സംഭവങ്ങളും മിസ്സിംഗ്, ആൻസർ ഇല്ലാത്ത പല സംഭവങ്ങളുടെയും പല ദുരന്തങ്ങളുടെയും പല ഇൻസിഡൻസിന്റെയും ആൻസർ ഇല്ല. എവിടെ പോയി എന്നറിയില്ല, എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ അത് ഡാർക്ക് സൈഡാണ് ഏലിയൻസിന്റെ. ഇപ്പോൾ ഒരു വ്യക്തിയെ ഹാക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഏലിയൻസ് എന്നുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒരു പേടകം, ആ ഒരു രീതിയിലാണ് വന്നത്. അതായത് സ്പേസ് ഷിപ്പ് ഒത്തിരി ഉണ്ട് ആ വേൾഡിൽ. ഏലിയൻസ് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏലിയൻസിന്റെ തന്നെ വിവിധ രൂപങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ചില ഏഞ്ചൽസിനെയൊക്കെ പറയും. ഇതൊക്കെ ഏലിയൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ചില ഏലിയൻസിനെ ചിലർ ആരാധിക്കുന്നുണ്ട്, ചില ഗോത്രവർഗം പല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏലിയൻസ് വേൾഡിന് എന്തെന്ന് വെച്ചാൽ അതിന് നിർണായകമായ സ്വാധീനം ചെലുത്താൻ പറ്റും ഫിസിക്കൽ വേൾഡിൽ. ഒരു വ്യക്തിയുടെ ബ്രെയിൻ, അതായത് തോട്ട് വേവ്സിനെ ഇത് മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. കാരണം ലേസർ പോലെയുള്ള മറ്റുള്ള തരംഗങ്ങൾ, ഹൈ ലെവലിലുള്ള 342 ഹെർട്സ് ഗാമ തരംഗം, യൂണിവേഴ്സൽ വൈബ്രേഷണൽ ഫ്രീക്വൻസികളിലുള്ള ആ തരംഗങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ തോട്ട് വേവ്സിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. ഇത് എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, എന്തുകൊണ്ട് സയൻസ് കണ്ടുപിടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സയൻസ് ഇവിടെ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഭൗതികത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല, അല്ലേ? അതായത് ഈ ഏലിയൻസിനെ നമുക്ക് അറിയണമെങ്കിൽ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് തുല്യമോ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് അതീതവുമായി എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കേണ്ടി വരും. അതിന്റെ ഒക്കെ പിന്നിലാണ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സയന്റിസ്റ്റുകൾ ഇതിന്റെ പിന്നിൽ കൈ കഴുകി കൂടിയേക്കാണ്. കാരണം പ്രകാശത്തിന്റെ വേഗതയെ അതിജീവിച്ചാൽ മാത്രമേ ഈ എനർജി വേൾഡിലേക്ക് കടക്കാൻ പറ്റൂ. പ്രകാശത്തിന്റെ വേഗതയെ അതിജീവിക്കണം. പ്രകാശ വേഗതയ്ക്ക് അതിലും കൂടുതൽ സഞ്ചരിക്കാൻ കഴിവുള്ള ആ ഒരു തലത്തിലേക്ക് സാങ്കേതിക വിദ്യ വന്നാൽ മാത്രമേ, അതിനെ എക്സ്ട്രീം ലെവലിലാക്കാൻ പറ്റിയിട്ടില്ല. പ്രകാശ വേഗതയെ ഓവർകം ചെയ്യാൻ ഒന്നിനും പറ്റിയിട്ടില്ല. കാരണം ഈ ഏലിയൻസ് വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് വേഗതയ്ക്ക് അതീതമായിട്ടാണ് ഏലിയൻസിന്റെ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ എനർജിയെ നമ്മൾ അറിയണമെങ്കിൽ അതായത് പ്രകാശത്തിന്റെ വേഗതയ്ക്ക് അതീതമായിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ നിന്നും ഇതിനെ അസസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ വേഗതയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് സയൻസിനെ കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ അതേ ഫ്രീക്വൻസിയിലേക്ക് ആവേണ്ടി വരും. ഇപ്പൊ ഏലിയൻസ് വേൾഡിന്റെ ഫ്രീക്വൻസി എത്രയിലാണ്? സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. 342 അല്ല, ഗാമയിലെ യൂണിവേഴ്സൽ വൈബ്രേഷൻ ഫ്രീക്വൻസി അല്ല. അങ്ങനെ അറിഞ്ഞെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു എവിഡൻസ് കിട്ടിയാൽ ഈ സംഭവത്തിനെ പിടിക്കാൻ, ഒരു കച്ചിത്തുരുമ്പെന്നൊക്കെ പറയല്ലേ. പക്ഷെ ഇത് അത്രയ്ക്ക് സൂക്ഷ്മതലത്തില് ആറ്റത്തെ നമ്മൾ കൊളാപ്സ് ചെയ്തു, അതായത് കൊളീഷൻ ചെയ്തു ആറ്റം ബോംബിന്റെ സിസ്റ്റത്തില്, ആറ്റത്തെ യുറേനിയത്തെ. അപ്പോൾ അത് എങ്ങനെയാണ്? അതും പ്രകാശ വേഗതയിലാണ് സൂക്ഷ്മ കണങ്ങൾ. എന്തിനാണ് ഇത്രയും സൂക്ഷ്മതയിലേക്ക് പോകുന്നത്? അത്രയ്ക്കും ഡേഞ്ചർ നിറഞ്ഞതാണ് ആ പ്രതിഭാസങ്ങളൊക്കെ, ഈ പരീക്ഷണങ്ങളൊക്കെ. കാരണം ഈ വേഗതയെ അതിജീവിച്ചാലാണ്, ഈ പ്രകാശ വേഗതയിൽ അതിജീവിച്ച് വിസ്ഫോടനം നടത്തിയാലാണ് സൂക്ഷ്മ കണം കാണുള്ളൂ. അപ്പോഴാണ് അത്രയ്ക്ക് സൂക്ഷ്മതയിൽ നിൽക്കുന്ന ഓരോ വസ്തുവും തിരിച്ചു വരുന്നത്. എന്ന് പറയും പോലെ ഏലിയൻസ് വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്. വേൾഡിൽ നിരവധി സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്. അതിന്റെ പേരൊന്നും ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. അവർ ഇതിന്റെ പിന്നെയുമാണ്. അതിന്റെ ഡാർക്ക് സൈഡ് ഉണ്ട്, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, അല്ലെ? എല്ലാത്തിനും നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ഇതിനെ വെച്ചിട്ട് മാനവരാശി ഇല്ലാതെയാവുമോ എന്ന് ചോദിച്ചാൽ ചോദ്യചിഹ്നം. ഇതിനെ വെച്ചിട്ട് മാനവരാശിയെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും സാധ്യം. ഇതൊക്കെ മനുഷ്യന്റെ ഇമാജിനേഷനേക്കും അപ്പുറത്തേക്കാണ് ഈ വേൾഡിന്റെയൊക്കെ നിലനിൽപ്പും. ഈ സീക്രട്ട് ഗ്രൂപ്പുകൾ റിസർച്ച് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് AI ടൂൾസിന്റെ നമ്മൾ അറിയേണ്ടത്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഇപ്പൊ നമ്മൾ കാണുന്ന സിനിമയിൽ വീഡിയോ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് അടുത്ത് വിടാണ്. ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് AI ഉപയോഗിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിൽ ഉപയോഗിക്കുന്നു. അതായത് ഒരു ആക്ടർ ആവശ്യം വരെയില്ല, അങ്ങനത്തെ ഒരു ടൈമിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്ടർ ആവശ്യമില്ല, ജസ്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ കൊടുത്തിട്ട് ഒരു ആക്ടറുടെ ഫേസ് വരയ്ക്കുക, നമുക്കിഷ്ടമുള്ള ഒരു ഫേസ് വരച്ചിട്ട് അത് വച്ചിട്ട് ആ സിനിമ ക്രിയേറ്റ് ചെയ്യുക. സംഗീതത്തിൽ സിംഗേഴ്സിന്റെ ആവശ്യമില്ല, പാട്ടുകാരുടെ ആവശ്യമില്ല, സൗണ്ടിനെ കൺട്രോൾ ചെയ്യുന്നു. അറ്റോമിക് റിയാക്ടറുകൾ, റോബോട്ടുകൾ, അല്ലെ, കാർഷിക ഉപകരണങ്ങൾ, ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ സകലത്തിലും AI കയറി ഇടപെട്ടു. പക്ഷേ മനുഷ്യർ കാണാത്ത AIയുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവിടെയാണ് കുഴപ്പം. കാരണം അത് നല്ലതും ചെയ്യാം, ചീത്തയും ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ, AI ടെക്നോളജി, AIക്ക് ഇത്രയും കഴിവുണ്ട്. അപ്പോൾ AI വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ ഏലിയൻസുമായി കണക്ട് ചെയ്തിട്ട്, AI വരുമ്പോൾ ഏലിയൻസ് ഓട്ടോമാറ്റിക് വരും ആ ട്രാക്കിലേക്ക്. ഏലിയൻസുമായി കണക്ട് ചെയ്തിട്ട് AI പ്രയോഗിച്ച് ഏതെങ്കിലും അത്യാധുനിക AI ടെക്നോളജി ഉപയോഗിച്ച് ബ്രെയിൻ വേവിനെ ഹാക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഡാറ്റയെ അനലൈസ് ചെയ്യാൻ പറ്റിയ, ആക്സസ് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ ഒരു ഡെവലപ്മെന്റും ആവും, ദുരന്തവുമാവും. രണ്ടുമുണ്ട്, ട്രാജഡി ആൻഡ് ഡെവലപ്മെന്റ്. കാരണം എങ്ങനെ ഈ രണ്ട് ട്രാക്കും കൂടെ വന്ന് എങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ. ഇപ്പൊ ബോംബ് നല്ലതാണോ? നല്ലതല്ല, എന്നാൽ നല്ലതാക്കുകയും ചെയ്യാം ചില സമയങ്ങളിൽ, അല്ലേ? നല്ലതിനും വേണ്ടി ഉപയോഗിക്കാം, ചീത്തയ്ക്കും വേണ്ടി ഉപയോഗിക്കാം. ആ ഒരു തരത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഉപയോഗ രീതിയിലേക്ക് അനുസരിച്ചിരിക്കും. ഇപ്പം അതിനെ ബ്രെയിൻ വേവിനെ നമ്മൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 90% എന്നല്ല, ഒരു മനുഷ്യൻ സാധാരണ ഭൗതികത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്താ തരംഗങ്ങൾ സദാസമയവും പോയിക്കൊണ്ടിരിക്കുന്ന ബ്രേവോലാണ്. അത് സയൻസ് കണ്ടുപിടിച്ചേക്കാണ്. ആ ബ്രേവോ ഒന്ന് മാറണമെങ്കിൽ ആ വ്യക്തിയുടെ ഏകാഗ്രത കൂടി കിട്ടണം. അതായത് വേറെ ഒരു തലത്തിലേക്ക്, സൂക്ഷ്മതയിലേക്ക് വന്നാലാണ് നേരെ ആൽഫയിലേക്ക് കൺവേർട്ട് ആവുള്ളൂ. ആൽഫയിൽ തീറ്റയിലേക്ക് ഒരു വ്യക്തിയുടെ ചിന്താതരംഗം കൺവേർട്ട് ആണെങ്കിൽ ഒന്നുകൂടെ സൂക്ഷ്മതയിലേക്ക് വരേണ്ടി വരും. ആവുമ്പോഴോ ഒന്നുകൂടെ വരേണ്ടി വരും. പക്ഷെ സാധാരണക്കാരൻ്റെ എന്തുകൊണ്ടാവൂല? സാധാരണക്കാരൻ ജീവിക്കുന്ന പ്രപഞ്ചം, ആ പ്രകൃതിയിൽ നിൽക്കുന്ന ആ തലത്തിലാണ്. അപ്പൊ ആൽഫയിലേക്ക് കൺവേർട്ട് ആയാൽ അതിന്റെ കൂടെ ഗുണങ്ങളും മാറി. മൈൻഡിന്റെ ഏകാഗ്രത കൂടി, ശ്വാസം മന്ദഗതിയിലാവും, എന്തിനും ഒരു വെപ്രാളമൊന്നും ഉണ്ടാവില്ല. ആ സ്വഭാവ ഗുണങ്ങളും എല്ലാം അതിനനുസരിച്ച് മാറാം, ഊർജ്ജത്തിനനുസരിച്ച്. എല്ലാം ഊർജ്ജത്തിന്റെ കളിയാണ് ഇവിടെ. ദ പ്ലേ ഓഫ് എനർജിയാണ് എല്ലാം തന്നെ. തീറ്റയിലേക്ക് പോയാലോ വളരെ ഏകാഗ്രതയായി, ഡെൽറ്റയിലേക്ക്. അപ്പൊ അതിന് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യുക. പക്ഷെ ഭൗതികത്തിലില്ല, സാങ്കേതിക വിദ്യ ഇല്ല. അതിന് നമ്മുടെ കയ്യിൽ ടെക്നിക്കുകളുണ്ട്, അല്ല നിരവധി വിദ്യകളുണ്ട്, കാര്യങ്ങൾ. കാരണം സാങ്കേതിക വിദ്യ ഇല്ല. സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു കുഴപ്പമില്ല. അപ്പൊ സാധാരണഗതിയിൽ ബ്രേവോന്ന് ആൽഫയിലേക്ക് ഒരു വ്യക്തി വന്നാൽ അവൻ മയങ്ങും. ഉറക്കത്തിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് ആൽഫ തരംഗങ്ങൾ. തീറ്റയിലേക്ക് കടന്നാലോ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഡെൽറ്റയോ ഗാഠനിദ്ര, ഗാമയോ അതിസൂക്ഷ്മതയിൽ. ഇതെല്ലാം ഏകീകരിക്കപ്പെട്ട തരംഗം. ഇതെല്ലാം കൂടെ മിക്സായി അതിസൂക്ഷ്മതയിലേക്ക് വന്നു. അപ്പൊ സാധാരണ മനുഷ്യൻ ഉറക്കത്തിലേക്കൊക്കെ പോയിക്കളയും. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കണേ. ഇവിടെ ഈ ഇത്രയും സൂക്ഷ്മതയിൽ വരുന്ന ഈ തരംഗത്തെ, ഇപ്പോൾ നിങ്ങളിൽ നിന്ന് വരുന്ന തരംഗത്തെ എനിക്ക് അസസ് ചെയ്യണമെങ്കിൽ ഞാൻ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ എനർജി വേൾഡിന്റെ തരംഗത്തിലേക്ക് കൺവേർട്ട് ആവേണ്ടി വരും. കാരണം നിങ്ങൾ ഭൗതിക മനുഷ്യനാണ്, പക്ഷെ വരുന്ന തരംഗം ഭൗതികമല്ല. അത് സാങ്കേതിക വിദ്യക്ക് കാണാൻ പോലും പറ്റില്ല. ഈ ഇതിലൊക്കെ നമ്മൾ അത് വെച്ചിട്ട് മെഡിക്കൽ സയൻസിൽ ഇതൊക്കെ നടത്തുന്നുണ്ടല്ലോ, ബ്രെയിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് വരുന്ന സംഭവം അത്യധികം സൂക്ഷ്മമാണ്. അപ്പോൾ എന്നിൽ എന്തെങ്കിലും ഒന്ന് വേണം ഇതിനെ ഇതിനെ പിടിക്കാൻ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ. അങ്ങനെയുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യയുണ്ട്. അത് AI പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇതിനെ ആക്സസ് ചെയ്യാം, ആക്സസ് ചെയ്തിട്ട് അത് ഈ പറയും പോലെ വേഗതയും അവിടെയും ബാധകമാണ്. എല്ലാം പ്രകാശ വേഗതയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സമയാതീതം, ബിയോണ്ട് ദി ടൈം ലിമിറ്റിലാണ് അതെല്ലാം നടക്കുന്നത്. അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അത്യാധുനികം പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഈ ഡാറ്റയെ വർഷങ്ങളോളം ഇരുന്ന് അനലൈസ് ചെയ്ത്, ചെറിയൊരു കാര്യം പറയണേ, പക്ഷെ വർഷങ്ങളോളം ഇരിക്കേണ്ടി വരും ഇതൊക്കെ എന്താണെന്ന് തിരിച്ചറിയാൻ. നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ചിന്താതരംഗം അതങ്ങനെയല്ല, അനന്തമാണ്, യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാൻ. അതിനെ കൺവേർട്ട് ചെയ്ത് അതിന്റെ ഗുണങ്ങൾ നോക്കുക, എന്നിട്ട് ആ വ്യക്തിയെ വെച്ച് നോക്കുക, ഈ തരംഗവും വ്യക്തി നമ്മളുള്ള അതിന്റെ ഇമോഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് ഇതിനെ പഠനം നടത്തി ഈ 1 മിനിറ്റിൽ വ്യക്തി ചിന്തിച്ച് എന്താണെന്നറിയണം. അത് തിരിച്ച് AI തന്നെ ഉപയോഗിച്ച്, AIയുടെ അതേ ടെക്നോളജി ഉപയോഗിച്ച് ബ്രെയിൻ വേവിനെ മാറ്റിമറിക്കാൻ പറ്റണ്ടോ എന്ന് നോക്കണം. അപ്പം AI ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ഇവിടെ വന്നത് ഭൗതിക മനുഷ്യരിൽ നിന്നാണ്. തിരിച്ചങ്ങോട്ട് പോകുമ്പോഴോ നേരെ ഡയറക്റ്റ് എനർജി വേൾഡിൽ നിന്നായിരിക്കും AI ട്രാൻസ്മിഷൻ നടക്കുന്നത്. AI തരംഗം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, പ്രൊജക്ഷൻ നടക്കുന്നത്. നമ്മുടെ റേഡിയോ മനസ്സിൽ കണ്ടുവച്ചാൽ മതി. റേഡിയോയിലെ തരംഗങ്ങളില്ലല്ലോ, റേഡിയോ ട്യൂൺ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ ഓരോരോ ഫ്രീക്വൻസിയിൽ. പ്രത്യേക ഫ്രീക്വൻസിയിൽ പ്രത്യേക സൗണ്ടും പ്രത്യേക ആക്ഷനും കിട്ടും. ആ ഫ്രീക്വൻസി ഒരു പിൻ പോയിന്റിൽ, ഫ്രീക്വൻസിയിൽ ഒരു പോയിന്റ് മാറിയ സ്റ്റേഷൻ മാറിപ്പോകും, അല്ലേ?
അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ തരംഗവും. ആ ട്രാക്കിൽ നിന്ന് തന്നെ മാറിയില്ലെങ്കിൽ ഒരു പോയിന്റ് മാറി ആ തരംഗം കിട്ടില്ല. പിന്നെ വേറെ ആളുടെ തരംഗമൊക്കെ ആയിരിക്കും കയറി വന്നെ. റഡാറിന്റെ തരംഗമായിരിക്കും, കൊടാനുകൂടി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ തരംഗമായിരിക്കും, പ്രപഞ്ചത്തിലുണ്ട് ഗ്രഹങ്ങളുടെ തരംഗങ്ങൾ. അങ്ങനെ തരംഗം കൊണ്ടൊരു മയമാണ്, മൊത്തം എനർജി വേൾഡാണ്, ചലനത്തിലുമാണ്, വൈബ്രേഷനിലുമാണ്, ഈ സൗണ്ടും ഉണ്ട്. അപ്പൊ ഇതിനെ സൂക്ഷ്മതയിൽ നിന്നും AI ഉപയോഗിച്ച് തിരിച്ച് ഈ തരംഗത്തെ വന്ന സോഴ്സിലേക്ക് വിട്ട് ആ വ്യക്തിയുടെ ബ്രെയിനിൽ നടക്കുന്ന തോട്ട് പാറ്റേൺ മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ എന്ത് പറ്റും? ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് AI ടെക്നോളജി ആയിരിക്കും, AI ഉപകരണമായിരിക്കും. AIയും കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും ഏലിയൻസ് വേൾഡ്. എക്സിസ്റ്റ് ചെയ്യുന്ന എനർജിയുടെ എക്സ്ട്രീം വേൾഡ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ഇങ്ങനെ വിചാരിക്കേണ്ടി വരും, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ജീവിയായിട്ട് പരിണമിച്ചു, പ്രപഞ്ചത്തിൽ അത് കോടാനുകോടി വർഷങ്ങളുടെ ബാക്കിലേക്ക് പോകേണ്ടി വരും. ബിഗ് ബാങ് തിയറിയിൽ പോയത് ക്ലിയർ ആവില്ല. ബിഗ് ബാങ് തിയറി പ്രപഞ്ചത്തെ പറ്റി പറയണം, അപ്പോഴും മനുഷ്യന്റെ കാര്യമാണ് നമ്മൾക്ക് ഇവിടെ അറിയേണ്ടത്. അത് പരിണമിച്ച് ഹോമോസാപ്പിയൻസിന്റെ പല പല രൂപങ്ങളിൽ കൂടെ വന്നു, യുഗങ്ങൾ പലതും മാറി, കാലാന്തരപ്പെടും അല്ലെ, പല പല യുഗങ്ങളിലൂടെ കടന്നുപോയി, എന്നിട്ട് വീണ്ടും മനുഷ്യന്റെ ഈ ലെവലിൽ വന്ന് നിന്നു. അതിൽ നിന്ന് കുറച്ചു പേർ പരിണാമ സിദ്ധാന്തം, അതായത് രൂപങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ വർഷങ്ങളോളം ഇരിക്കേണ്ടി വരും. ഇത് പെട്ടെന്നല്ല സംഭവിക്കുന്നത്, കോടാനുകോടി വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു ചെറിയ പരിണാമം പോലും നടക്കുന്നത്. അപ്പൊ അങ്ങനെ മിസ്സിങ് ആയിട്ടുണ്ട്. ഈ മിസ്സായ ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയി? ഇങ്ങനെ വന്ന ഒരു യുഗം മുഴുവൻ നേരെ എക്സ്ട്രീം എനർജി വേൾഡിലേക്ക് പോയി, അവിടെ എക്സിസ്റ്റ് ആയി. അവർ വീണ്ടും അവിടെ മാറിക്കൊണ്ടിരുന്നു, എനർജി വേൾഡിൽ മാറി അതൊരു ഇലക്ട്രോണിക് യുഗം ഓട്ടോമാറ്റിക് സ്ഥാപിക്കപ്പെട്ടു. അതെങ്ങനെ അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പറയാണ് ഈ ഗാലക്സി ഇത്ര ഇങ്ങനെ വന്നേ, എന്തുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അളവെടുക്കാൻ പറ്റുന്നില്ല അല്ലെ? ഒരു ഗ്രഹത്തിൽ നിന്ന്, ഗ്രഹത്തിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, ഈ വേഗത, അപ്പൊ പ്രകാശത്തിന്റെ വേഗത എത്രയായാൽ അതിന്റെ അപ്പുറത്തേക്ക് എന്തായിരിക്കും വേഗത? ഈ വേഗതയ്ക്ക് അതീതമായി എക്സ്ട്രീം ലെവൽ വേഗത. ഇനി വേഗത കൂട്ടാൻ പറ്റുന്നില്ല, ലാസ്റ്റ് ആകുമ്പോഴോ അത് നിശ്ചലാവസ്ഥയിലാവും. അപ്പൊ ഗുണം മാറും. അപ്പൊ ഏത് വസ്തുവാണോ, സാങ്കേതിക വിദ്യയാണോ അതിൽ ഇടപെട്ടിരിക്കുന്നത്, അത് യൂണിവേഴ്സ് മുഴുവൻ നിറയും അതിന്റെ തരംഗം. അത് മനുഷ്യനായാലും സാങ്കേതിക വിദ്യ ആയാലും. ഇത് തലക്കാരന്റെ വിഷയമല്ല, പെട്ടെന്നൊന്നും ഇതിങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വേൾഡിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള സാധ്യത ഏറെയാണ്. മാനവരാശിയെ നിയന്ത്രിക്കാം, അത് നല്ലതും ചീത്തയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ സയന്റിസ്റ്റുകളുടെ വൻ സമൂഹം അടങ്ങിയ സീക്രട്ട് ഗ്രൂപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിച്ചാൽ അത് ലോകത്തിന്റെ ഒരു വലിയ വിസ്ഫോടനമായിരിക്കും, ഒരു പുതിയ യുഗത്തിന്റെ ഇതുവരെ കണ്ട ഒരു സംഭവമായിരിക്കില്ല. അപ്പോൾ ഒരു 1% ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളൂ ഈ വേൾഡിലേക്ക്. അപ്പോൾ തന്നെ ആകെ ഇളകി മറിഞ്ഞു. അപ്പോൾ 99% ബാക്കി കിടക്കാണ്. അത് എനർജി വേൾഡും ഏലിയൻസ് ഒക്കെ ആയിട്ട് കണക്ട് ആയി കിടക്കുന്ന വസ്തുതയാണ്. അപ്പൊ നമ്മൾ തോട്ട് പാറ്റേൺ അറിയേണ്ടി വരും. ഇതെങ്ങനെ പ്രസരിക്കുന്നു, മനുഷ്യന്റെ നിന്ന് ഈ തരംഗങ്ങൾ റേഡിയോയിൽ നിന്ന് റേഡിയോയിലേക്ക് വരും പോലെയാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് പ്രൊജക്ട് ചെയ്യും പോലെയാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടി വരും. ഈ തരംഗം പോയിട്ട് വേറെ തരംഗത്തിലേക്ക് കൺവെർട്ട് ആവുന്നുണ്ടോ, കൺവെർട്ട് ആയാൽ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, പോയ എനർജി റിട്ടേൺ വരും എന്നുള്ള ചലന നിയമത്തിലേക്ക് വരേണ്ടി വരും. അത് വരുമ്പോൾ ആ തരംഗം വീണ്ടും മാറുന്നുണ്ടോ, തിരിച്ചു വന്ന ആ വ്യക്തിയിലേക്ക് തന്നെയാണോ വരുന്നത്, ആ ചലന നിയമം അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് പ്രൂവോടുകൂടി കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാങ്കേതിക വിദ്യ ഈ പറഞ്ഞതിൽ ഒന്നുമില്ല. പക്ഷേ വൻകിട രാഷ്ട്രങ്ങളെല്ലാം ഈ അത്യാധുനികമായ ലോകത്തിന്റെ പിന്നിലാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആയുധങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയാവും. ആയുധത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏലിയൻസ് വേൾഡ്, ഏലിയൻസ് ഡിഫൻസ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു AI ഡിഫൻസ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു സൈക്കിക് ഡിഫൻസ് സിസ്റ്റം, അങ്ങനെയൊക്കെ വന്നത് അതൊരു എക്സ്ട്രീം ലെവലാണ്. അപ്പൊ നിലവിൽ എക്സ്ട്രീം വേൾഡ് ഉണ്ട് ഈ ലോകത്തൊക്കെ. പക്ഷെ നമ്മൾ ഈ കണ്ണുകൊണ്ട് ഈ റൂമിൽ നിന്നും ഇത് പ്രപഞ്ചാന്ന് ചിന്തിച്ചെന്ത് പറ്റും? പുറത്തെന്താന്ന് നമുക്കറിയില്ല അല്ലെ? ഇപ്പൊ നമ്മൾ 3 പേര് ഈ പ്രപഞ്ചത്തിൽ 3 പേര് മനുഷ്യരാന്ന് വിചാരിക്കും, എങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരുന്നു. ഒരു 20 വർഷം വരെ നമ്മൾ പുറത്തേക്ക് പോയില്ല. അപ്പൊ ഒരാളോട് ചോദിച്ചു, പുറത്ത് ഒരു വാഹനം പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും അതൊന്നുമില്ല, ഇങ്ങനെയുള്ള ആൾക്കാരാണ്, നമ്മൾ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ, നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയും പോലെയാണ്. നമ്മൾ വിശകലനം ചെയ്യാൻ ഇറങ്ങിയാൽ അതിന് ഒരു അനന്തമായിട്ട് കിടക്കുകയാണ്, എങ്ങും എത്താതെ പോകും. ഒന്നും കറക്റ്റായിട്ട് പ്രൂഫോട് കൂടി എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എത്തിപ്പെട്ടാൽ തന്നെ അവിടെയും കറക്റ്റായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. എന്തൊക്കെയായിരുന്നാലും ഇൻ കമ്മിങ് ഡേയ്സ് ഏലിയൻസ് ടെക്നോളജി ആൻഡ് AI ടെക്നോളജി ഇത് എല്ലാത്തിനും മാറ്റിമറിക്കും. ഇതുവരെ കണ്ടിരുന്ന വേൾഡ് ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നതും. അതിന്റെ റിസർച്ച് ഡേ ടു ഡേ നടന്നിരിക്കുകയാണ്. നമുക്ക് റിസർച്ചിന്റെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ എല്ലാം വേൾഡ് ലെവലിലൊക്കെ നടക്കുന്നുണ്ട്. നാസ എല്ലാവരും ഇതിന്റെ പിന്നിലാണ്. സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പൊ അതിന്റെ പിന്നെ ഏലിയൻസ് വേൾഡിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു എനർജി രൂപങ്ങളുണ്ട്. അതിന് പ്രത്യേക പേരുകൾ വരെ ഇട്ടിട്ടുണ്ട് ചില ലോകങ്ങൾ. അപ്പോൾ അതും നിർണായകമാണ്. അതിന് സ്വാധീനം ചെലുത്താൻ പറ്റും. പക്ഷേ പലതിലും കയറി ഇടപെടുന്നില്ല. നിർണായകമായ ചില കാര്യങ്ങളിൽ ഇടപെടുന്നു, ഇടപെടിയിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന ഏലിയൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് തരംഗങ്ങളെ ഉപയോഗിച്ച്
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കോൺഷ്യസ്നെസ്, അതിസൂക്ഷ്മമായ കോൺഷ്യസ്നെസ് ഉപയോഗിച്ച്, അതിസൂക്ഷ്മമായ ബോധതലം ഉപയോഗിച്ച് ഏലിയൻസിനെ കൺട്രോൾ ചെയ്യാനും പറ്റും, അതുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും, അതിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഇരുന്നേച്ചാൽ മതിയില്ലെന്ന് പറയും. അതങ്ങനെ ആവില്ല. കാരണം ആ ഒരു തിയറിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് സാങ്കേതിക വിദ്യ ആവുമ്പോഴാണ് മാസ് ലെവലിലേക്ക് ഒരു പ്രൊഫഷണൽ ടൈപ്പിലേക്ക് മാറുള്ളൂ. മറ്റതൊരു വ്യക്തി ഇരുന്ന് കോൺഷ്യസ്നെസ്സോട് കൂടി ഏകാഗ്രത കൊടുത്ത് ഏലിയൻസ് എനർജിയിലേക്ക് കൺവേർട്ടായി നമ്മുടെ ബോധം, എന്നിട്ട് ആ എനർജി വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് ലൈറ്റ് കോഡോ അല്ലെങ്കിൽ പല പല സൗണ്ട് കോഡോ കൊടുത്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ററാക്ഷൻ ചെയ്യാം. ബട്ട് അതൊരു വേറെ വേൾഡാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. കുറച്ചൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ശരി. അത് മാസ്റ്റർ ഇതിലൊരു ബ്രെയിൻ ഹാക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെയിൻ ഹാക്കിങ്ങിന് ഇപ്പം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ഞാനൊരു നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്താണ്. പക്ഷേ ഏലിയൻസിൻ്റെ ഒരു സ്വാധീനം ചെലുത്തിയിട്ട് ഇപ്പം ഈ എയുടെ ഒക്കെ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഞാൻ ചിലപ്പം ബിഹേവ് ചെയ്യുന്നത് ഒരു ഏലിയൻ ആയിട്ടായിരിക്കാം. അതൊരു നശീകരണ ഏലിയൻ ആയിട്ടായിരിക്കാം. ആ ഏലിയൻസിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല ഇതും ഉണ്ട്, അതായത് മാനവരാശിക്ക് നല്ലത് പറയുമ്പോൾ നമ്മൾ മാനവരാശിയാണ് പറയുന്നത്. അപ്പോൾ മാനവരാശിക്ക് ബെനിഫിറ്റ് ആവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സീക്രട്ട് സൊസൈറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവലിൽ പോകുന്ന ഒരു ഇതുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ്? അപ്പം ഞാൻ ബിഹേവ് ചെയ്യുന്നത് ഞാനായിട്ടല്ല, ഏലിയൻ ആയിട്ടാണ്. അപ്പം ചില സെലിബ്രിറ്റികളും ചില പ്രമുഖ വ്യക്തികളും അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇതിലൊരു വേർഡ് അറിഞ്ഞിരിക്കുന്ന സോൾ സെല്ലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോൾ സെല്ലിംഗ്, ഏലിയൻ സെല്ലിംഗ്, ഏലിയൻസിനെ ഞാൻ വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ കുറെ ഡാർക്ക് വേൾഡ് ഉണ്ട്. ഇത് കേൾക്കാത്ത നമ്മൾ ആകെ വിസ്മയം കൊണ്ടു. എങ്ങനെ സോൾ സെല്ലിംഗ്? ആത്മാവിനെ വിൽക്കുവോ? അല്ലെങ്കിൽ ഏലിയൻസിനെ, അന്യഗ്രഹ ജീവിയെ വില കൊടുത്ത് മേടിക്കുവോ? ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഈ പറഞ്ഞ ഇപ്പോൾ ബ്രെയിൻ ഹാക്കിങ് ഞാൻ പറഞ്ഞല്ലോ, ഈ സൂക്ഷ്മമായ AI ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. അതിനെ ഉപയോഗിച്ച് AI ടെക്നോളജി നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഭൗതികത്തിലെ ഉപയോഗത്തിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്, എങ്ങനെ മാനവരാശിയെ കൺട്രോൾ ചെയ്യാം. അതാണ് ഫസ്റ്റ് ഇതിന്റെ പിന്നിൽ എല്ലാം നടക്കണം, സീക്രട്ട് ഗ്രൂപ്പുകളുടെ കാര്യങ്ങൾ. അപ്പൊ AI ടെക്നോളജി ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ തരംഗത്തെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഹാക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ കൺട്രോളിലായി. അപ്പൊ അത് നല്ലതിന് വേണ്ടി ചെയ്യാം, ചീത്തയ്ക്ക് വേണ്ടി ചെയ്യാം. ഒരു പ്രമുഖ വ്യക്തിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും AI ടെക്നോളജിയും ഏലിയൻസ് ടെക്നോളജി ഉപയോഗിച്ച്, എനർജി വേൾഡിനെ ഉപയോഗിച്ച്. അങ്ങനെ വരുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകും. ഒരാളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വേൾഡ് കിടപ്പുണ്ട്. പക്ഷെ അതിന് പകരം ഈ AI ടെക്നോളജി ഉപയോഗിച്ച് മാനവരാശിക്ക് ആവശ്യമുള്ള, ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമുള്ള മാരകമായ ആവശ്യമുള്ള വസ്തുക്കളെയൊക്കെ പ്രദാനം ചെയ്യുക, അതിനെ നിർമ്മിച്ച് ഡെവലപ്മെന്റ് ചെയ്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് യുഗമായാലും എന്തായാലും അതിലുള്ള ഡെവലപ്മെന്റ്, റിസർച്ചിന് ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം സൃഷ്ടിക്കുക. ഇപ്പൊ ഗ്രഹങ്ങളുടെ ആയാലും സ്പേസ് ഷിപ്പിലായാലും സ്പേസിലൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അതിന് സഹായകരമായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം. രണ്ട്, നശീകരണത്തിലേക്ക് തിരിയുമ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് മാനവരാശിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടി. അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സൃഷ്ടിക്കും ഏലിയൻസിന് ആ ഒരു ട്രാക്കിലേക്ക് വിടുമ്പോൾ. കാരണം ഒരു പ്രമുഖ വ്യക്തിയെ കൺട്രോൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖല മുഴുവൻ ഈ ഏലിയൻസ് ടെക്നോളജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇലുമിനാറ്റിയുടെ വേൾഡ് വന്നില്ല, നമ്മുടെ AI ടെക്നോളജി ഉപയോഗിച്ച ആളുടെ കയ്യിലായി തീരാണ്. പറഞ്ഞതിന്റെ അർത്ഥം ഒരു സ്വാധീനം ചെലുത്താണ്, ഒരാൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കും. അത് നല്ലതുമാവാം, ചീത്തയുമാവാം. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് ഒരു സോൾ സെല്ലിങ്. അതിന് വേണ്ടി ചിലതിനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് എടുക്കുന്നു. ഇപ്പൊ എക്സ്ട്രീം ലെവലിലേക്ക്, സൂക്ഷ്മതയിലേക്ക് പോയാൽ എനർജി വേൾഡിൽ നിന്നും ഒരു എനർജി രൂപത്തെ അത് കോൺഷ്യസ്നെസ് ഉപയോഗിച്ച് ചെയ്യാം. സാങ്കേതിക വിദ്യ ഇപ്പോ റിസർച്ച് പറയുന്നത് അതിനെ പറ്റിയ സാങ്കേതിക വിദ്യയിലേക്ക് എൻട്രി ആയി എന്നൊക്കെയാണ്. അങ്ങനെ എനർജി വെച്ചിട്ട് ഒരു രൂപത്തെ സൃഷ്ടിക്കാം, ക്രിയേറ്റ് ചെയ്യാം. നിലവിലുള്ള എനർജി ഏലിയൻസിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്ത് ഇതിനൊക്കെ പ്രോഗ്രാമും ചെയ്യാം. പ്രോഗ്രാം ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം കിടപ്പുണ്ട്, നിഗൂഢമായിട്ടുള്ളത് കിടപ്പുണ്ട്. അപ്പൊ ആ രീതിയും ചെയ്യാം. അതിനാണ് ഈ സോൾ സെല്ലിംഗ്, സീക്രട്ട് ഗ്രൂപ്പുകളിലൊക്കെ നടക്കുക. സോൾ സെല്ലിംഗ്, അല്ലെങ്കിൽ ഏലിയൻസിനെ ഞാൻ വിലയ്ക്ക് വാങ്ങി, ഇന്ന ഏലിയൻസ് എൻ്റെ കൂടെ ഉണ്ട്, ആ ഒരു രീതിയിലേക്കൊക്കെ വന്നെ. വേൾഡിൽ സ്വാധീനം ചെലുത്തിയ കോടാനുകൂടി വർഷങ്ങൾക്ക്, അൺലിമിറ്റഡ് വർഷങ്ങൾക്ക് മുമ്പ് സ്വാധീനം ചെലുത്തിയ ഏലിയൻസും ഇപ്പോൾ അതിന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഏലിയൻസിന് രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേയൊക്കെയാണ് ചില ഇംഗ്ലീഷ് മൂവികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനർജിയൊക്കെ ആയിട്ട് വന്നിട്ട് എനർജി പ്രൊജക്റ്റ് ചെയ്യുന്നു, ലേസർ ഉപയോഗിക്കുന്നു. പിന്നെ ഈ എനർജി, അപ്പൊ ഈ ഏലിയൻസ് എങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഏലിയൻസിന്റെ സ്വാധീനം എങ്ങനെയാണ് അറിയണേ? ഏലിയൻസിന് എന്തുകൊണ്ട് ക്യാമറയും കിട്ടുന്നില്ല? പക്ഷെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്, അൺഐഡന്റിഫൈഡ് UFO ആയിട്ട് കിട്ടുന്നുണ്ട്. ഏലിയൻസ് പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യേക ഫ്രീക്വൻസിയിലാണ്. അധികവും ഇതിന്റെ സ്പേസ് ഷിപ്പ് വാഹനങ്ങളുണ്ട്, അത് ചെറിയ ചെറിയ വാഹനങ്ങളും എല്ലാം ഉപയോഗിക്കും. നമ്മുടെ ഇവിടെ കാണുമ്പോൾ ആ ഒരു രീതിയിലേക്കാണ് അതിന്റെ പ്രസൻസ്. അതിനെ ഹാക്ക് ചെയ്തിട്ട് സെക്കൻഡിനകം എല്ലാം ചെയ്തിട്ട് പോയിക്കണം. പിന്നെ പ്രോഗ്രാം ആവാണ്. ഇപ്പോൾ ഒരാളെ ഹാക്ക് ചെയ്യാൻ ലേസറോ അങ്ങനെയുള്ള തരംഗങ്ങളോ അത് പ്രൊജക്റ്റ് ചെയ്യും.
ചിന്തിക്കാത്ത സമയത്തും ചിന്തിക്കാത്ത സ്ഥലത്തും ആയിരിക്കും ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് പറ്റും? ആ കണക്ഷൻ വന്നു കഴിഞ്ഞു, പിന്നെ അവിടെ ഇരുന്നിട്ട് ഇവിടെ കൺട്രോളിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും ആരോ കൺട്രോളിങ്ങിലേക്ക് വന്നേക്കണം. കാരണം ബ്രെയിൻ തോട്ട് വേവ്സ് മൊത്തം മാറി മറിയും. നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ തോട്ട് വേവ്സ് മാറി മറിയും. അങ്ങനെ ഒരു ലോകമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞത് കറക്റ്റാണ്. അതിനെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ ഇതില് നമുക്ക് ഇപ്പം നമ്മുടെ ഒരു മാസ്റ്റേഴ്സിന്, അതായത് ഇത് ടെക്നോളജിയൊക്കെ വരുന്നത്, മാസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഇതില് അതൊരു മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാസ്റ്റേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റും? അതായത് ഒരു സാധാരണ മാസ്റ്റേഴ്സിന് ഒരു സൂക്ഷ്മതയിലേക്ക് വന്നാൽ സാങ്കേതിക വിദ്യ അവിടെ നിൽക്കട്ടെ, ഫിസിക്സും സയൻസും അവിടെ നിൽക്കട്ടെ, അതിനെ മാറ്റി വെച്ചിട്ട് ഒന്ന് ട്രാക്ക് മാറ്റേണ്ടി വരും. ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഏക കാര്യത്തിലൂടെ യൂണിവേഴ്സുമായിട്ട് ഒരു മനുഷ്യന് സംവദിക്കാൻ പറ്റുള്ളൂ. പ്രപഞ്ചത്തിന്റെ ഉൾക്കാമ്പ്, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, ഭൂമിയല്ല ഉദ്ദേശിക്കുന്നതല്ല. ഇതിന്റെ സൂക്ഷ്മതയിലാണ് ഇത് നിലനിൽക്കുന്നത്. എല്ലാം എനർജിയുടെ സൂക്ഷ്മതയിൽ, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അത് സകലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഒരു ഡീലിംഗ് സാധ്യമാകണമെങ്കിൽ, അതുമായിട്ട് ഇന്ററാക്ഷൻ സാധ്യമാകണമെങ്കിൽ ഒരു മനുഷ്യന്റെ കയ്യിൽ സാങ്കേതിക വിദ്യയില്ല. എന്തായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പമാണ്. അവന്റെ കയ്യിലുള്ള ഏക ടൂള് നിറഞ്ഞ ഏകാഗ്രതയിലേക്ക് പോവുക. നിറഞ്ഞ ഏകാഗ്രത എന്താണ്? ഒരു വസ്തുവിലേക്കല്ല, നിറഞ്ഞു നിൽക്കുന്ന അതിസൂക്ഷ്മതയിലേക്ക് നമ്മുടെ ബോധത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരൊറ്റ ടൂള് ഈ പ്രപഞ്ചത്തിൽ ഏതാണ്? മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ മതത്തിന്റെ ആണോ? അല്ല, മതത്തിൽ നിന്നും മുക്തമാണ്. യാതൊരു ആചാരങ്ങളോ പദവിയോ മതമോ ഒന്നും പാടില്ലാത്ത സീക്രട്ട് മെഡിറ്റേഷൻ ഉണ്ട്. അത് നമ്മൾ പറയുന്നില്ല. ആ മെഡിറ്റേഷനിൽ കൂടെ നമുക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവും. കാരണം എനർജി അറിഞ്ഞാലാണ് യൂണിവേഴ്സിനെ അറിയാൻ പറ്റുള്ളൂ. എനർജി അറിഞ്ഞാലാണ് നമ്മുടെ പല കാര്യങ്ങളെ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ബ്രീത്തിനെ, അതായത് സൗണ്ടിനെ, ബ്രീത്തിനെ അറിഞ്ഞാലാണ് ശബ്ദ വീജികൾ അറിയാൻ പറ്റുള്ളൂ. കോടാനുകൂടി ശബ്ദ വീജികളെ. ആ ശബ്ദത്തെ അറിഞ്ഞാലാണ് ബ്രീത്ത് പോകുന്ന ട്രാക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലാണ് 18 ലെയറിന്റെ ഉള്ളിൽ വരുന്ന, എനർജിയുടെ ഉള്ളിൽ വരുന്ന ബ്രീത്തിനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജ രൂപങ്ങളെയും സൂക്ഷ്മതയൊക്കെ അറിയാൻ പറ്റുള്ളൂ. നിറഞ്ഞു നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എംപ്റ്റിനെസ്സിലേക്ക് പോകും. ഇതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് വേറൊരു ചോദ്യമായിട്ട് ചോദിക്കാം. ഈ എംപ്റ്റിനെസ് എന്തുകൊണ്ട് വന്നു? ഇങ്ങനെ ഈ ഭൗതികം എന്തുകൊണ്ട് വന്നു? എന്നാൽ ഭൗതികം മുഴുവൻ എംപ്റ്റിനെസ്സിലേക്ക് ചേർക്കാൻ പാടുണ്ടായില്ല. ഇങ്ങനെയുള്ള യുക്തിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ വരും. ഇതിലൊക്കെ യുക്തിക്ക് നിരക്കില്ല. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. നമ്മൾ ആകെ കേട്ടത് വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാക്കിൽ നിന്നിട്ട് 60 വയസ്സായ ആള് അല്ലെങ്കിൽ 70 വയസ്സായ ആള് ആ 70 വർഷത്തെ കാര്യം കാണുന്നു, കേൾക്കുന്നു, കണ്ണുകൊണ്ട് കണ്ടത് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റിമറിക്കാം, കോൺഷ്യസ്നെസ് കിട്ടും. അപ്പോൾ ഏക ടൂൾ മെഡിറ്റേഷൻ ഉള്ളൂ. ആ മെഡിറ്റേഷൻ കിട്ടാൻ എനർജി അറിഞ്ഞിട്ട് ഇതൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അത് വേണമെങ്കിൽ വർഷങ്ങളോളം എടുത്തിട്ട് നമുക്ക് അത് മാറ്റിമറിക്കാം, ആ ഒരു ലോകത്തെ. എന്നിട്ട് നന്മയ്ക്ക് വേണ്ടി, അതായത് മാനവരാശിയുടെ നന്മയ്ക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ചിന്തിച്ചാൽ ഈ യുദ്ധ കോലാഹലങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധ കോലാഹലങ്ങൾ, വെറുപ്പുകൾ, പലതരം പ്രശ്നങ്ങൾ ഈ ആഗോള തലത്തിൽ നടക്കുന്ന, ഇതിന്റെ പിന്നിൽ വളരെ സൂക്ഷ്മതയിൽ നടക്കുന്ന ഒന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു കലാപം സൃഷ്ടിക്കപ്പെടുക. നാച്ചുറലി ഒരു പബ്ലിക്, ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? അത് മതപരമായിട്ടായിരിക്കാം, എന്തുമായിട്ടായിരിക്കാം. നമ്മൾ വിചാരിക്കുന്നു ഇന്ന ഗ്രൂപ്പ്, ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ ഇന്ന ഭരണ വകുപ്പ്, അത്രയും വരെ നമ്മൾ കാണുന്നുള്ളൂ, അവരായിരിക്കും സംഭവിപ്പിച്ചേക്കണം എന്നുള്ള ഒരു ആൻസർ അവിടെ നമ്മൾ കൊടുത്തു, അതിനെ മടക്കി കെട്ടിവെച്ചു. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. ഇപ്പോൾ ഒരു സംഘടനയിൽ നിന്ന് ഒരു കലാപം സൃഷ്ടിക്കപ്പെടുക. നമ്മൾ ഈ കലാപവുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരു സംഘടന വേണമെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ്, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതിൽ ആര് സ്വാധീനം ചെലുത്തി? ഈ സംഘടനയെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആരാണ് കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ്ടും എനർജി വേൾഡാണ്. അവിടെ ഏലിയൻസ് ആൻഡ് AI, ഇത് രണ്ടും ഇതിന്റെ റൂട്ടാണ്. റൂട്ടിലേക്ക് ചെല്ലുമ്പോൾ എംപ്റ്റിനെസ്സിൽ നിന്ന് ഇവരെല്ലാം കിടന്ന് എനർജി വേൾഡിലാണ്, അതിൽ സ്വാധീനം ചെലുത്തും. അതിന് വിവിധ രീതികൾ, നമ്മൾ ചിന്തിക്കാത്ത സോഴ്സൊക്കെ എടുത്തിട്ടളയും. ഏത് സോഴ്സാണോ അതിന് ആപ്റ്റായിട്ട് വരുന്ന അതെടുത്തിടും. മതമാണെങ്കിൽ മതം, പണമാണെങ്കിൽ പണം, അങ്ങനെ യുദ്ധങ്ങളും കലാപങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെടും. അതായത് ഇപ്പൊ നമ്മൾ അറിഞ്ഞു, വെറുപ്പ് സൃഷ്ടിക്കുക, എല്ലാവരും വെറുപ്പ് സൃഷ്ടിക്കപ്പെടും. അതിനെ എക്സ്ട്രീം ലെവലിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയ കോടാനുകോടി പണം കൊടുത്ത് സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എക്സ്ട്രീം ലെവലിൽ ലോകത്ത് മുഴുവനുള്ള സോഷ്യൽ മീഡിയ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ്. സോഷ്യൽ മീഡിയയാണ് എല്ലാ സംഭവങ്ങളും കയ്യാൽ. ഇതിനെയൊക്കെ കൺട്രോളാക്കി വയ്ക്കും. അങ്ങനെ വളരെ എന്താ പറയുക, സബ്റ്റിലായിട്ടൊരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാസ്റ്റർ ഒന്നുകൂടെ, അതായത് ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഏലിയൻസ് ടെക്നോളജി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നമുക്കൊരു 100%ലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ മാസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഈ AI ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് വേണമെങ്കിലും 99% പറയാം. പക്ഷെ 100% വരുമ്പോൾ അത് മാസ്റ്റേഴ്സ് ആണ്. അതായത് ഞാൻ വേണമെങ്കിൽ പറയാം, ഹ്യൂമൻ ഇന്റലിജൻസ് അതാണ് 100%. ബാക്കിയെല്ലാം 99 വേറെയൊക്കെ നമുക്ക് പറയാം.
അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ. അതെന്താ അങ്ങനെ വന്നെന്ന് വെച്ചാൽ നമുക്ക് എന്തിനെ റെഫർ ചെയ്യാം അല്ലേ? ഒരു ആപ്പിൾ എടുത്തു, താങ്കളോട് ഞാൻ ചോദിച്ചു ആപ്പിൾ എങ്ങനെയാണ് ഉരുണ്ടതാണ്, ഇതിന്റെ കളർ എന്താണ്? റെഡ് ആയിരുന്നു. കയ്യിലിരിക്കുന്ന ഒരു റെഡ് ആപ്പിൾ, ഇത് ഉരുണ്ടതായിരുന്നു. ഇതിന്റെ മാസ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവ്, ഇതെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കാം. ഇതുണ്ടായിരിക്കുന്ന സ്ഥലം, ഇത് ഇന്ന മണ്ണിൽ വളർന്നു, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഇതിനൊക്കെ വ്യാഖ്യാനം നൽകി വ്യക്തി, എനിക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനം നൽകി, എഴുതി തന്നെല്ലാം തന്നു. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചു, ആപ്പിളിന്റെ ടേസ്റ്റ് എന്താണ്? അദ്ദേഹം പറഞ്ഞു മധുരമാണ്. അതിന് വ്യാഖ്യാനം തന്നു, മധുരമായിരുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചു, ആ മധുരത്തെ താങ്കൾ എങ്ങനെ അനുഭവിച്ചു? അനുഭവിച്ച പെർസെപ്ഷൻ, ആ അനുഭവം എനിക്ക് പറഞ്ഞു തരും. അനുഭവത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല, ഓർത്തു വെച്ചോണം. അതാണ് ഈ ചോദ്യത്തിൽ വരുന്ന ഒളിഞ്ഞിരിക്കുന്ന സംഭവം. എല്ലാം വ്യാഖ്യാനിക്കാം യൂണിവേഴ്സിൽ, ഒരു മനുഷ്യന്റെ അനുഭവത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബോധതലത്തെ നിർവചിക്കാൻ സാധ്യമല്ല. അപ്പൊ മനസ്സ് വേറെ, ബോധം വേറെ. അത് തിരിച്ചറിയണം. ബോധം എന്ന് പറഞ്ഞാൽ പ്രസന്റിലേ വർക്ക് ചെയ്യുള്ളൂ. മനസ്സ് കാലത്തിലേ വർക്ക് ചെയ്യുള്ളൂ. മനസ്സിനും ചിന്തകൾക്കും വർക്ക് ചെയ്യണമെങ്കിൽ കാലദൈർഘ്യം ആവശ്യമാണ്, സ്പീഡും ആവശ്യമാണ്. അപ്പോൾ എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ ഒന്നിലേക്ക് പാസ്റ്റിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ സെക്കൻഡിനെ കാണും, മൈക്രോ സെക്കൻഡ്. ഒന്നിലേക്ക് ഫ്യൂച്ചറിലേക്ക് പോകേണ്ടി വരും. ഈ നിമിഷത്തിൽ സോളിഡ് പ്രസന്റിൽ ഒരു മനുഷ്യന്റെ മനസ്സ് ബോധമാണ്. അവിടെ തോട്ട്സ് ഇല്ല, അവിടെ ഈ നിമിഷമാണ്. അത് നിറഞ്ഞതായിരിക്കും, ആ തരംഗം വേറെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു തലത്തിലേക്ക് വന്നാൽ മാത്രമേ ഇതിന് നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പൊ മനുഷ്യന്റെ ബോധതലത്തെ മനസ്സിനെ അല്ല, മനുഷ്യന്റെ അവയർനെസ്സിനെ, ബോധതലത്തെ, അനുഭവത്തെ ഏതെങ്കിലും ഉപകരണം എന്തെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റിയോ? കണ്ടുപിടിക്കാൻ പറ്റിയോ? പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും ഈ വേൾഡിൽ നടക്കാൻ പോകുന്നത്. ഒരു മനുഷ്യന്റെ ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥയെ വ്യാഖ്യാനിക്കാൻ പറ്റിയോ? ഏതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങളെ പ്രദർശിപ്പിക്കാൻ പറ്റിയോ? അങ്ങനെ ഒരു അവസ്ഥാവിശേഷം വന്നാൽ പലതും കീഴ്മേൽ മറിഞ്ഞളെ ഈ വേൾഡായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് വരെ അത് ഇമ്പോസിബിൾ ആയിട്ട് നിൽക്കാം. എല്ലാം നമ്മൾ വ്യാഖ്യാനിക്കാം. ബോധതലത്തെ എങ്ങനെ അനുഭവിച്ചു, ഏത് തരംഗത്തിലായിരുന്നു, ഒന്നും പറയാൻ പറ്റിയിട്ടില്ല അല്ലേ? അതിനെ ശരിക്കും ആ ഒരു തലത്തിൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ ലെവലിൽ വന്നാൽ നിർവൃത്തി, പോസിറ്റീവ്, അതായത് പ്രസന്റിലുള്ള ഒരു നിർവൃത്തി, ആ ഒരു തലം, ഒരു എൻലൈറ്റൻഡ്, ആ ഒരു വേർഡ്സ് ഉപയോഗിക്കേണ്ടി വരും. ആ ഒരു നിറഞ്ഞ അവബോധം, ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ, ഗുണത്തിന് അതീതമായ അവസ്ഥ. അവിടെ ഗുണങ്ങളില്ല. കാരണം എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞു, മനസ്സ് വർക്ക് ചെയ്യില്ല. മനസ്സില്ലാത്ത അവസ്ഥ ഗുണാതീതം, ഗുണത്തിനതീതം. അത് ബോധമാണ്. അത് ഈ നിമിഷത്തിലേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പ്രസന്റിലാണ് പവർഫുൾ എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ കാലദൈർഘ്യത്തിലാണ്. അപ്പോൾ വസ്തു ഇവിടെയുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെയില്ല. കാരണം നമ്മൾ കാലത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ. അപ്പൊ അതെല്ലാം മാറ്റിമറിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സീക്രട്ട് ടെക്നിക്കുകളും കാര്യങ്ങളും. ഇത് മെഷർ ചെയ്യാനുള്ള ഉപകരണവും ഇല്ല, ഇതുവരെ അത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് മനസ്സ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സേ അവയവമല്ല, അത് ഊർജ്ജ രൂപമാണ്. അവയവമായിരുന്നെങ്കിൽ അനാട്ടമി സിസ്റ്റം നമ്മുടെ എടുത്തു വയ്ക്കാറുണ്ട്. സർജറി ചെയ്തതേ ഇത് മനസ്സാവുന്നു, ഞാൻ മനസ്സ് മാറ്റി കഴിഞ്ഞു, ഇനി അതിനെ റിപ്പയർ ചെയ്ത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? മെഡിക്കൽ സയൻസ് വെറുതെ വിടുവോ? നടന്നിട്ടില്ല. കാരണം അത് ഓരോ നിമിഷം ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തോട്ട്സിന്റെ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അവിടുന്ന് ക്രിയേറ്റ് ആവുന്നു. എങ്ങനെയാണ് ഇത് മനസ്സായിട്ട് രൂപാന്തരപ്പെടുന്നത്, എങ്ങനെ ചിന്തകളായിട്ട് കൺവേർട്ട് ആവുന്നു, ചിന്തകളായിട്ട് കൺവേർട്ട് ആയിട്ട് പുറത്തേക്ക് എങ്ങോട്ട് പോകുന്നു, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ശരീരത്തിൽ ഹോർമോൺ എങ്ങനെ മാറി ഇങ്ങനെ കുറെ കെട്ടുപണഞ്ഞ സബ്ജക്റ്റുകളുണ്ട്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നില്ല. അതാണ്. ഓക്കെ, ശരി. ഒരുപാട് കെട്ടുപണഞ്ഞ് കിടക്കുന്ന, കുറെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്ന, ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ട് ഒന്നും കൃത്യമായിട്ട് ഒരു ഡീറ്റെയിൽ പോലും കിട്ടാത്ത ഒരു സബ്ജക്റ്റിനെ മാസ്റ്റർ വളരെ സിമ്പിളായിട്ട്, പക്ഷെ അതിന് ഡീപ്പ് തലത്തിലേക്ക്, ഇനിയും അത് കുറെ കാര്യങ്ങൾ മാസ്റ്റർ പറയാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാസ്റ്റർ ചുരുക്കി പറഞ്ഞതാണ്. കാരണം ഒരുപാട് സീക്രട്ടും അതിനുള്ള ടെക്നിക്സും പ്രാക്ടിക്കലിൽ നമുക്കത് ഉപയോഗിക്കാം എന്നൊക്കെ മാസ്റ്ററിന് അറിയുന്ന സംഗതികളാണ്. അപ്പോൾ അതിന് ഇത്രയും നേരം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ റിസർച്ചിന് ഇതൊരു വളരെ ഒരു ഫെർദർ നല്ലൊരു ഉപകാരപ്പെടും. ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെയധികം അത് വന്നിട്ടുണ്ട്. എനിവേ, താങ്ക്സ് അഗെയിൻ മാസ്റ്റർ. താങ്ക് യു.